കാശ്മീരിലെ പെഹൽഗാമിലുണ്ടായ ഭീകരാക്രമണമാണ് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സ്കൂട്ടറിട്ട് 2 പ്രാവശ്യം കാശ്മീർ യാത്ര നടത്തിയതിൽ എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഏകദേശം എനിക്ക് തോന്നുന്നത് ഞാൻ ഫസ്റ്റ് എൻ്റെ കാശ്മീർ യാത്ര പോകുന്നത് 6 വർഷം മുന്നെയാണ്. അന്ന് എൻ്റെ ബൈക്കിൻ്റെ ലഗേജ് ബോക്സിൽ ഐ ആം പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ എന്നും ഒരു ഇന്ത്യൻ്റെ ഫ്ലാഗും കെട്ടിയിരുന്നു. ഞാൻ ശ്രീനഗർ ദാൽ ലേക്കിൻ്റെ അടുത്ത് വന്ന് എൻ്റെ വാഹനം നിർത്തിയിട്ട് ഞാനവിടെ ദാൽ ലേക്കിലൊരു ബോട്ടിൽ താമസമെടുത്ത്. അപ്പോൾ ആ ബോട്ടിൻ്റെ ഓണർ എന്നോട് പറഞ്ഞു പെട്രോൾ ക്യാൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു അത് റൂമിൽ കൊണ്ടുവച്ചാളാണ്. അപ്പോൾ ഞാൻ അത് വെക്കണോ വണ്ടി ഒന്ന് എടുക്കണമെന്ന് വെച്ച് വണ്ടി ആരെങ്കിലും കത്തിച്ചാലോ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അതിൻ്റെ ഗൗരവം അറിയില്ല എന്ന്. ഞാൻ പെട്രോൾ ക്യാൻ കൊണ്ടുവച്ച് രാവിലെ എണീറ്റ് വന്ന സമയത്ത് എന്ന് പറഞ്ഞത് എൻ്റെ വണ്ടീൻ്റെ ഞാൻ കാണിച്ചത് ഞങ്ങൾക്ക് ഐ ആം പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ എന്നുള്ള ഇന്ത്യൻ എന്ന ചീന്തി കളഞ്ഞിരിക്കണ്. ഇന്ത്യൻ്റെ ദേശീയ പതാക ആദ്യമേ ചുരുട്ടി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഉള്ള ഒരു ആർമിക്കാരനൊക്കെ കാണിച്ചെടുത്തപ്പോൾ മൂപ്പര് ഇങ്ങനെ കൈ മലർത്തിക്കാണ്ട് മൂപ്പരങ്ങനെ പോയി. എൻ്റെ അന്നത്തെ 6 വർഷം മുന്നേ അന്ന് കാശ്മീരിൻ്റെ എനിക്ക് തോന്നുന്നു പ്രത്യേക പദവിയൊന്നും എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ടാവില്ല. പക്ഷേ അത്രയും ഞാൻ പോകുന്ന സമയത്ത് പറഞ്ഞാൽ അത്രയും ആർമി ചെക്കിങ് എൻ്റെ വണ്ടിൻ്റെ ലഗേജ് ബോക്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അത്രയും സുരക്ഷ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഇപ്പം ഞാൻ ഇന്ത്യ ടു ഓസ്ട്രേലിയ എന്നുള്ള യാത്രയിൽ ഞാൻ കാശ്മീർ പോയി. കാശ്മീരിൻ്റെ ഏകദേശം എല്ലാ ഏരിയയും ടൂറിസ്റ്റ് സ്ഥലം എല്ലാം മറ്റുള്ള എല്ലാ സ്ഥലങ്ങളും ഞാൻ മൊത്തം കറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഭീകരാക്രമണം പെഹൽഗാമിലൊക്കെ ആ സമയത്ത് പറഞ്ഞാൽ ഞാൻ അത്രത്തോളം ചെക്കിങ് എൻ്റെ വാഹനത്തിനുണ്ടായതാണ്. അത്രത്തോളം ചെക്കിങ് റോഡിലുള്ള ചെക്കിങ് ഉണ്ട്, അതിൻ്റെ പുറത്ത് ആർമിക്കാരിങ്ങനെ നിരീക്ഷിക്കാൻ വേണ്ടി വിട്ട ആർമിക്കാരുണ്ട്, തോക്ക് എന്ത് ചെയ്യുക, അത്രയും ആർമിക്കാർ ഉള്ള സ്ഥലമായിരുന്നു ഈ പെഹൽഗാം. പക്ഷേ ഈ സംഭവം നടന്ന സമയത്ത് അവിടെ അങ്ങനെ ആർമിക്കാരൊക്കെ ഇല്ല എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടാണ് ആ സമയത്ത് അവിടെ ആർമിക്കാരില്ലാത്തതെന്നുള്ളതൊരു ചോദ്യമാണ്. ഞാനിപ്പോൾ ആ ചോദ്യങ്ങൾ ചോദിക്കാനല്ല നിൽക്കുന്നത്. പിന്നെ ഞാൻ ഇന്ത്യൻ്റെ മിലിറ്ററിൻ്റെ ശക്തി ഞാനിപ്പോൾ പോയ ഇന്ത്യൻ്റെ പല സംസ്ഥാനത്തിൽ കൂടി സഞ്ചരിച്ച ഒരാളാണ്. നമ്മളത്രയും നിസാറാക്കേണ്ട ഒരു സംഭവമൊന്നുമല്ല. ഇന്ത്യൻ മിലിറ്ററിൻ്റെ കണ്ണ് വെട്ടിച്ചിട്ട് ഒരു പാകിസ്ഥാനിനൊക്കെ ഒരു തീവ്രവാദികൾക്ക് ഇതിക്കൊക്കെ നുഴഞ്ഞു കയറാൻ പറ്റുന്നു എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല എന്താണ് സംഭവിച്ചിരിക്കണമെന്നുള്ളത്. പിന്നെ ഞാൻ ഈ പ്രാവശ്യത്തെ യാത്രയിൽ എൻ്റെ വണ്ടിയിൽ സെയിം ഐ ആം പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ എന്നുള്ളതും അതുപോലെ ഇന്ത്യൻ്റെ ഫ്ലാഗും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാശ്മീരിലെ പൂഞ്ചി എന്ന് പറഞ്ഞ സ്ഥലം ഇടയ്ക്കിടയ്ക്ക് ഭീകരാക്രമണം നടക്കുന്ന സ്ഥലമാണ്. ഇന്ത്യയിൽ നിന്നിട്ട് തന്നെ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുടെ സ്ഥലമാണ്. അപ്പോൾ ഞാൻ അതേപോലെ വാനറ്റ് പൂഞ്ചിലേക്ക് പോകുന്ന സമയത്ത് എന്നോട് ഒരുപാട് ആർമിക്കാർ ചെക്കിങ് എന്ന് പറഞ്ഞു ഇന്ത്യൻ്റെ ഫ്ലാഗ് അയച്ചു വെച്ചാൽ ചിലപ്പം കല്ലേറ് കിട്ടുന്നു. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു നമ്മളെ രാജ്യത്തിൻ്റെ പതാക എന്ത് ചെയ്യാണ്ട് പോയിട്ട് അതിന് കല്ലേറാണ് അതൊരു ഇരട്ട എന്നുള്ളതിൽ എന്നോട്. എന്നിട്ട് ഈ ആർമിക്കാർ ചെക്കിങ് കഴിഞ്ഞ് ഞാൻ പൂഞ്ചിലേക്ക് പോകുമ്പോൾ കടക്കാർ എന്നോട് ഒരുപാട് കടക്കാർ പറഞ്ഞു ഇവിടെ ഇന്ത്യയിൽ നിന്നിട്ട് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുള്ളതാണ്. എൻ്റെ യൂട്യൂബിൽ എൻ്റെ വീഡിയോ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരുപാട് ആൾ ഫ്ലാഗ് അയച്ചു വെച്ചാളാണ് എനിക്ക് ചിലപ്പോൾ ആക്രമണം ഉണ്ടാവുന്നത്. പക്ഷേ ഞാനതൊന്നും മെയിൻ ചെയ്തില്ല, കാരണം ഇത്രത്തോളം നമ്മളിത് പ്രതീക്ഷിക്കണില്ല. പക്ഷെ എനിക്കൊന്നും സംഭവിച്ചില്ല. ഞാൻ പൂഞ്ചിലെത്തി. പൂഞ്ചിൽ എനിക്ക് അന്ന് താമസം തന്നത് ഒരു മുസ്ലിമാണ്. മൂപ്പരെ പേര് ഞാൻ മറന്നു. ഒരു ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. മൂപ്പര് ഇപ്പോൾ റിട്ടയർഡ് ആയിട്ട് അവിടെ ഒരു പലചരക്കാടുണ്ട്. അപ്പോൾ മൂപ്പര റൂമിൽ എനിക്ക് താമസം തന്നത്. അപ്പോൾ മൂപ്പര് എന്നോട് പറഞ്ഞതാണ് മൂപ്പര് മുസ്ലിമാണ്, കാശ്മീരിയാണ് ആൾ, ഇന്ത്യൻ ആർമിയിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. മൂപ്പര് എന്നോട് പറഞ്ഞത് ആ ഫ്ലാഗ് അയച്ചു വെച്ചാളാണ്. അത് ഇവിടെയുള്ള ആളുകൾ ഒരുപാട് ആളുകൾ മോശക്കാരാണ്. പൂഞ്ചി എന്ന് പറഞ്ഞ പ്രദേശത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് ആളുകൾ മോശക്കാരാണ്. കാരണം ഇന്ത്യയിൽ നിന്നിട്ട് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇവിടെ. ഒരുപാട് പ്രശ്നങ്ങൾ എങ്ങനെ ഉണ്ടായതാന്നൊക്കെ പറഞ്ഞ് ഇന്ത്യൻ ആർമിക്ക് കല്ലെറിയണതും. പക്ഷേ ഞാൻ ഇപ്രാവശ്യം പോയപ്പോഴും അത്രയും സുരക്ഷയായിരുന്നു. അത്രയും എന്നെ പല സ്ഥലത്തും ഈ പൂഞ്ചിലേക്ക് പോകുമ്പോൾ രാത്രിയാണ് യാത്ര ചെയ്ത റൂട്ടിൽ നിന്ന് ഇന്ന ആർമി കാശ്മീർ പോലീസ് അതിനെ ചീത്തത്. എനിക്ക് ഈ റൂട്ടിനെ കുറിച്ച് അറിയില്ല, എന്തിനാ സ്വന്തം വെറുതെ ജീവൻ കളയാൻ വേണ്ടി ഇത് കൂടെ പോകണത്, എനിക്ക് പകൽ ഹൈവേ പിടിച്ച് പോയിക്കൂടെ അല്ലെങ്കിൽ രാത്രി പോകണേ ഹൈവേ പിടിച്ച് പോയിക്കൂടെ. ഞാൻ ഗൂഗിൾ മാപ്പ് അടിച്ചപ്പോൾ എനിക്ക് റൂട്ട് കിട്ടി, അതിലൂടെ പോയത്. പിന്നെ ആ റൂട്ടിൽ തന്നെ അത്രയും ഇവരൊക്കെ ഇങ്ങനെ നമ്മോട് പറയണമെന്നുണ്ടെങ്കിൽ ഈ ഇന്ത്യൻ്റെ ആർമി ആയാലും കാശ്മീർ പോലീസുകാരൊക്കെ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആ പ്രദേശത്തെ, അതായത് പുറത്തുള്ളവരല്ല കാശ്മീരിൽ നിൽക്കുന്ന പല ആളുകളെ കുറിച്ച് അവർക്ക് അത്രയും വ്യക്തമായ ധാരണ ഉണ്ടായതുകൊണ്ടാണല്ലോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാശ്മീരികൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചില ആളുകൾ കാശ്മീരിൽ ഇപ്പോഴും ഉണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഞാൻ എൻ്റെ യാത്രയിൽ ഞാൻ ഞാനൊരു മുസ്ലിമാണ്, എൻ്റെ യാത്രയിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ ഈ യാത്രയിൽ കാശ്മീരികളെപ്പോലെ നമ്മളെ സ്നേഹിക്കണ ഒരു മനുഷ്യന്മാർ കാശ്മീരികളും തമിഴ്നാട്ടുകാരും എൻ്റെ യാത്രയിൽ, ഞാൻ ഇന്ത്യയിലെ 26 സംസ്ഥാനത്ത് കൂടി യാത്ര ചെയ്ത ആളാണ്. കാശ്മീരികളെപ്പോലെ നമ്മളെ സ്നേഹിക്കുന്ന മനുഷ്യർ വേറെ സംസ്ഥാനത്ത് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ അവിടുത്തെ പ്രത്യേക പദവിയൊക്കെ ഒഴിവാക്കിയപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. നമ്മൾ മറ്റൊരു കേരളത്തിലൊരു ടൂറിസ്റ്റ് സ്ഥലത്ത് പോയിട്ട് ചൂഷണം ചെയ്യുന്നത് പോലെ കാശ്മീരിൽ ചൂഷണം ചെയ്യൂലായിരുന്നു. അവർക്ക് നിത്യജീവിതത്തിനുള്ള സംഭവം മതി. കാശ്മീരിൽ എൻ്റെ ശ്രീനഗർ ദാൽ ലേക്ക് ആ സൈഡിൽ പെഹൽഗാം ആ ഭാഗത്തൊക്കെ പോയിട്ട് 13 വീട്ടിൽ നിന്നാണ് ഇന്നെ വീട്ടിലേക്ക് താമസിക്കാൻ ക്ഷണിച്ചത്. അത്രയും സ്നേഹമാണ് അവർക്ക്. ഇങ്ങനെ ഒരു സഞ്ചാരി വരിക എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്താ പറയുക ഹോം സ്റ്റേ എന്ന് പറഞ്ഞിട്ട് നമ്മളടുത്ത് പൈസ വാങ്ങാം. പല വീടുകളിൽ നിങ്ങൾക്ക് ഭക്ഷണം ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്.
കാരണം അത്രയും ആളുകൾക്ക് ടൂറിസം എന്താ പറയുക, ടൂറിസം കൊണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റിയ സ്പോട്ടാണ് കാശ്മീർ. ഈ പെഹൽഗാം ആയാലും ശ്രീനഗർ ദാൽ ലേക്കിൻ്റെ സൈഡായാലും സോനാമാർഗ് ആയാലും ഈ സ്ഥലങ്ങളൊക്കെ, ഗുൽമാർഗൊക്കെ ആയാലും, ഗുൽമാർഗിൽ കുറച്ച് റേറ്റാണ്, പക്ഷേ പെഹൽഗാം ദാൽ ലേക്കിൻ്റെ സൈഡൊക്കെ കാരണം ദാൽ ലേക്കിൽ കുറച്ച് നമ്മളൊരു ചൂഷണം ചെയ്യണമെങ്കിൽ ബോട്ടിങ്, ഹൗസ് ബോട്ടിങ് മാത്രം, ഹൗസ് ബോട്ടല്ല അവിടുത്തെ ആ ബോട്ടിങ് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ശരിക്കും അറിയാത്തതുകൊണ്ടാണ് അത് നമ്മൾ ഫസ്റ്റ് തന്നാൽ നമ്മൾ ഇവിടുത്തെ ബാക്കി കച്ചവടക്കാരായാലും ഭക്ഷണമായാലൊക്കെ ഇവർക്ക് നമ്മളെ നേരാക്കാം. പക്ഷേ അവരൊരു മനസ്സുകൊണ്ട് അവരൊരു നോർമൽ റേറ്റ് എടുത്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണത്. പക്ഷേ എനിക്കിപ്പോൾ ഒരു ഇത് എന്ന് പറഞ്ഞാൽ ഈ പെഹൽഗാമിലിപ്പോൾ ഈ സംഭവം നടന്ന സ്ഥലം തന്നെ 140 പാക് അധീന കാശ്മീർ 140 കിലോമീറ്റർ മാറ്റമുണ്ട്. അതൊരു വനത്തിൻ്റെ അകത്താണ്. ഇത്രയും ആർമി സുരക്ഷ ഉള്ള ഈ ഒരു സ്ഥലത്ത് എങ്ങനെ ഈ തീവ്രവാദികൾ എത്തിയെന്ന് എത്ര ആലോചിച്ചിട്ടൊരു ഐഡിയ ഇല്ല. അതിനൊക്കെ ഉത്തരം ശരിക്ക് ഭരണകൂടം നമുക്ക് തരേണ്ടതാണ്. ഇപ്പോൾ ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ വേറെ വല്ലതും ആക്കും. പക്ഷേ നമ്മൾ കാണുന്ന യാഥാർത്ഥ്യം ഉണ്ടല്ലോ. പക്ഷേ ഇപ്പോഴും കാശ്മീരിൽ ഇന്ത്യയിൽ നിന്നിട്ട് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ 2 യാത്ര കൊണ്ട് എനിക്ക് മനസ്സിലായതാണ്. അപ്പോൾ നമ്മൾ കണ്ട ഒരു സംഭവം അനുഭവം ഞങ്ങളോട് പങ്കുവെച്ചെന്ന് മാത്രം.